പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 70-ൽ പരം മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപഹരിച്ച മുതലപ്പൊഴി മരണപ്പൊഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്, ഒരു വള്ളം പോലും നാളെ ഇവിടെ കടത്തിവിടുവാൻ പാടില്ല. ഒരു വള്ളം പോലും നാളെ ഇവിടെ കടത്തിവിടുവാൻ പാടില്ല. കാര്യം ഇത് ഇവിടുത്തെ എല്ലാ ഈ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യമാണ്. ഈ കൂടിയിരിക്കുന്ന നമ്മൾ മാത്രമല്ല, ഇവിടെ 10,000-കണക്കിന് തൊഴിലാളികളാണ് ഈ ഹാർബറിലൂടെ മത്സ്യബന്ധനം നടത്തുന്നത്. 10,000-കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ഹാർബറിലെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നതും. അതേപോലെ തന്നെ യൂണിയൻകാരുണ്ട്, മറ്റ് അതുമായിട്ട് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല, നിങ്ങൾ ചെയ്യുന്നതിനോട് ഞങ്ങൾ യോജിക്കില്ല, ഇത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ള ചിന്താഗതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നടന്നൊരു കാര്യം, ഈ ഞങ്ങളുടെ ഇവിടെ ഒരു ആലോചന യോഗം നടക്കുകയുണ്ടായി ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഈ ആലോചന യോഗം നടന്നതിന് ശേഷം 2-3 ദിവസത്തിന് മുമ്പ് ഇവിടുത്തെ പെരുമാതുറ INTC-യുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമര പരിപാടി നടക്കുകയുണ്ടായി. ആ സമരത്തില് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് 10 ദിവസം, മാക്സിമം 10 ദിവസം. മുതലപ്പൊഴി അഴിമുഖം അപകടരഹിതമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നൊരാവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ചിറയൻകീഴ് താലൂക്കിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഒരു സമരവുമായി മുൻപോട്ട് വന്നിരിക്കുന്നു. വർക്കല താലൂക്ക് കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വർക്കലയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ കൂടെ ഈ സമരത്തിൽ അണിചേരുകയാണ്. നമ്മൾ കുറേ നാളുകളായി ഇവിടുത്തെ ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് മാറ്റി വരുന്ന റബ് സീസണിലെ തൊഴിലാളികൾക്ക് യഥേഷ്ടം അപകടം കൂടാതെ കടന്നു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ നിവേദനങ്ങളും കാണപ്പെടേണ്ട മഹത് വ്യക്തികളെയും വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാരെയും എല്ലാം കണ്ട് നമ്മൾ നിവേദനങ്ങൾ നൽകുകയും അവരുടെ മുമ്പിൽ ഈ വിഷയം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കടൽ മണൽ ഖനനത്തിനെതിരെ നമ്മളെല്ലാ മത്സ്യത്തൊഴിലാളികളും കഴിഞ്ഞ മാസം 27-ാം തീയതി ഒരേ ഒറ്റ മനസ്സോടുകൂടി ഒരു ഹർത്താലും നമ്മൾ ഈ സംസ്ഥാനത്ത് മുഴുവനായി ആചരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും മുൻപന്തി അതിനെ പരിഹരിക്കുക എന്ന് വിവിധ സർക്കാരുകൾ പറയുന്നുണ്ടെങ്കിലും ഈ മുതലപ്പൊഴിയുമായി വരുന്ന ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഹാർബർ മാനേജ്മെൻറ്റും അതുപോലൊപ്പം തന്നെ അതിനോടൊപ്പം നൽകുന്ന ബാക്കിയുള്ള വ്യക്തികളൊക്കെ ചേരുന്നത് ഇവരുടെ ഒരു മെല്ലപ്പോക്ക് നയമാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഇവിടെ ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യവാരം തന്നെ ഇവിടെ ഈ മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ കടൽക്ഷോഭമുണ്ടാകും. അപ്പോൾ നമുക്ക് മണ്ണ് മാറ്റാൻ അസൗകര്യമായിരിക്കും. പിന്നെ അത് പറഞ്ഞ് വീണ്ടും 4 മാസം കടന്നു പോകും, വർഷങ്ങൾ കടന്നു പോകും. അതിനാൽ മാർച്ച് മാസം ആദ്യം തന്നെ മണ്ണ് നീക്കം ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ ഇവിടെ കണ്ടതാണ്. അദാനി 2 കോടി രൂപ കൊടുക്കും, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അത് കൊട്ടേഷൻ ടെൻഡർ വിളിച്ച് ടെൻഡർ അംഗീകരിച്ച് പണി തുടങ്ങും, ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും. ഇന്ന് വരെ നമ്മൾ പത്രത്തിലൂടെ അറിഞ്ഞത് അദാനി പണം കൊടുത്തില്ല. അദാനി പണം കൊടുത്തില്ലെങ്കിൽ സർക്കാർ എന്താ ചെയ്യേണ്ടത്? 2 താലൂക്കിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ച് അടിയന്തിരമായി ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കേണ്ട സംവിധാനം ഒരുക്കണം. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയണം, ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അടിയന്തിരമായി അനുവദിച്ചുകൊണ്ട് അദാനി തരുമ്പോൾ തരട്ടെ, എപ്പോഴെങ്കിലും അത് സർക്കാരിലോട്ട് പോകട്ടെ. അടിയന്തിരമായി ഈ ടെൻഡർ വിളിച്ച തുക സർക്കാർ അനുവദിച്ച് നൽകി ഈ ആഴ്ചയിൽ തന്നെ ഈ മുതലപ്പൊഴിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മണൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം കടന്നു പോകുക എന്നുള്ളത് മാത്രമല്ല ഈ മുതലപ്പൊഴി ഹാർബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ
ആ പുലിമുട്ട് മുതൽ ഇപ്പുറത്തെ പുലിമുട്ട് വരെ മണ്ണടിഞ്ഞ് വെള്ളം ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ വളരെ ശക്തിയോട് കൂടിയ ഇടിമിന്നലും കാറ്റും മഴയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. 2 ദിവസം ഇതുവഴി കായലും കടലും തമ്മിലുള്ള വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരുന്നാൽ ഒരു ദിവസം വൈകുന്നേരമോ രാത്രിയിലോ ഒരു 2-3 മണിക്കൂർ ശക്തിമായ മഴ പെയ്താൽ നമ്മുടെ താലൂക്ക് മുഴുവനും വെള്ളത്തിലാവുന്ന സ്ഥിതി ഉണ്ടാകും. ഈ മുതലപ്പുഴി സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായി മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം അതായിരുന്നു, ചിറയൻകീഴിലെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത്. കാരണം ഒരു ദിവസമോ 2 ദിവസമോ നീണ്ടു നിൽക്കുന്ന മഴയുണ്ടായാൽ നമ്മുടെ ഈ ചിറയൻകീഴ് താലൂക്കും വർക്കല താലൂക്കിലുമുള്ള മുഴുവൻ ജനങ്ങൾക്കും അവർക്ക് വീട് വിട്ട് പുറത്തു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും, താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നും നമുക്കുള്ള ഒരു കരകയറ്റം കൂടിയായിരുന്നു ഈ മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ. അതോടൊപ്പം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ 12 മാസവും അപകടരഹിതമായി ഇതുവഴി കടന്നു പോകാൻ സാധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കാതിരുന്നപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ കുറച്ച് പേര് കൊല്ലം ഹാർബറിനെ ആശ്രയിച്ചാണ് മത്സ്യബന്ധനം നടത്തി പോകുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കൊല്ലം ഹാർബറിലും അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും നമ്മുടെ തൊഴിലാളികൾ അവിടെ യഥേഷ്ടം പണിയെടുക്കുന്നതിന് വേണ്ട സംവിധാനം ഒരുക്കുന്നതിന് ചില വീഴ്ചകളും സംഭവിച്ചു. നമ്മുടെ തൊഴിലാളികൾ കൊല്ലം ഹാർബറിൽ പണിയെടുക്കുന്നതിന് വിവിധ നിർദ്ദേശങ്ങൾ അവർ വെച്ചിരിക്കുക. ഒരിക്കലും തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശം. ഒരു വള്ളം രജിസ്റ്റർ ചെയ്തിരിക്കണം, ആ രജിസ്റ്റർ ചെയ്ത വള്ളത്തിൽ എഞ്ചിൻ രജിസ്റ്റർ ചെയ്തിരിക്കണം, ആ രജിസ്റ്റർ ചെയ്ത എഞ്ചിൻ വെച്ച് മാത്രമേ ആ വള്ളത്തിൽ പണിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെറിയ വള്ളങ്ങൾ, ഒരു ഫൈബർ ഗ്ലാസ് വള്ളത്തിൽ 2 എഞ്ചിൻ ഘടിപ്പിച്ചാൽ നമ്മളിപ്പോൾ തൊഴിലാളികൾ പണിക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമുണ്ട്, അപകടരഹിതമായി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു. ഒരു എഞ്ചിൻ തകരാറിലായാലും നമുക്ക് മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് കരവരാൻ സാധിക്കും. പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഒരു എഞ്ചിൻ തകരാറായി കടലിൽ കിടന്നാൽ വേറെ വള്ളങ്ങൾ ഒരുപാട് പണം മുടക്കി ഇന്ധനം ചിലവാക്കി അതിനെ അന്വേഷിച്ച് പോയി കരയ്ക്ക് കൊണ്ടുവരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ തൊഴിലാളികൾ 2 എഞ്ചിൻ ഉപയോഗിച്ച് പോകുന്നത് കൊണ്ട് ഒരു എഞ്ചിൻ തകരാറായാലും അടുത്ത എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് കരയ്ക്ക് വരാൻ സാധിക്കും. പക്ഷേ നമ്മൾ കൊല്ലത്ത് പണിക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? അന്ന് തന്നെ പണിക്ക് പോകാൻ വേണ്ടി വേറൊരു എഞ്ചിൻ കൂടെ ആ എഞ്ചിൻ വള്ളത്തിൽ ഘടിപ്പിച്ച് ഈ തകരാറായ എഞ്ചിൻ വർക്ക്ഷോപ്പിൽ കാണിക്കുകയും വേറൊരു എഞ്ചിൻ കാണിച്ച് നമ്മൾ പണിക്ക് വയ്ക്കും. അങ്ങനെ കാണിച്ചാൽ ആ എഞ്ചിൻ ആ വള്ളത്തിൻ്റെ രജിസ്ട്രേഷൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 25,000 മുതൽ 1,00,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ തൊഴിലാളികൾക്ക് കൊല്ലത്തും പണിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്, ഞങ്ങൾക്ക് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം, ഈ 4 മാസമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും കൂടുതൽ ഈ കടലിൽ നിന്ന് വരുമാനം. നമ്മൾ പഞ്ഞമാസമൊക്കെ ആണെന്ന് പറയുമെങ്കിലും ആ 4 മാസമാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മാസങ്ങൾ. ഈ കടലിനോട് മല്ലടിച്ച്, കാറ്റിനോടും കടലിനോടും മല്ലടിച്ച് തൊഴിലാളികൾ അക്കരെ എത്തിയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിശ്വാസമുള്ള മാസങ്ങളാണ് 4 മാസങ്ങളാണ്. ഇപ്പോഴൊക്കെ നമ്മൾ പല ദിവസങ്ങളും ഇന്ധനവും ചിലവാക്കി നമ്മൾ പോയാൽ 1 രൂപയുടെ പ്രതിഫലമില്ലാതെ നമ്മൾ പല ദിവസവും തിരിച്ചു വരുന്ന ഒരു സ്ഥിതി. എന്നാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ വലിയ കടൽക്കരയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ അപ്പുറത്ത് മറികടന്നു പോയാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ പട്ടിണി മാറ്റാനായിട്ട് എന്തെങ്കിലും കിട്ടും. ആ 4 മാസം ഞങ്ങൾക്ക് പണി ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പണ്ട് കാലം മുതലേ സമരം ചെയ്ത് ഈ മുതലപ്പുഴി ഹാർബർ ഇവിടെ പ്രാവർത്തികമാക്കിയത്. എന്നാൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ 4 മാസവും നമുക്കിവിടെ ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആ സ്ഥിതിയിൽ നിന്ന് മാറ്റം വരണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇന്നിവിടെ ഈ സമരം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ നന്ദിയുണ്ട്. കാര്യം ഒരു കൊടിയുടെയോ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ നിറത്തിലല്ല ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏകകണ്ഠമായ ആവശ്യം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയവും കാണുന്നില്ല, ഇതിലൊരു മത സാമുദായികവും കാണുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ചിറയൻകീഴ് താലൂക്കും വർക്കല താലൂക്കും അങ്ങ് വേളി മുതൽ ഇനി ഇടവ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഏക ആശ്രയമായി കാണുന്ന ഒരു മുതലപ്പുഴി. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വേളി വരെയുള്ളതല്ല, അങ്ങ് പൂന്തുറ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ഈ മുതലപ്പുഴി ആശ്രയിച്ചാണ് നമുക്ക് ഇവിടെ അവരുടെ ജീവിതം കടന്നുപോയത്.
നമുക്കറിയാം 2022 അദാനി അവരുടെ കല്ല്, അവരുടെ പാറ, അവരുടെ വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് അവരുടെ ബാർജ് കടന്നു പോകാൻ വേണ്ടി ഇവിടെ അഴിമുഖത്ത് വലിയ ആഴം ഉണ്ടാക്കി ഡ്രഡ്ജ് ചെയ്ത് 5 മീറ്റർ ആഴത്തിൽ അവർ ഡ്രഡ്ജ് ചെയ്തപ്പോൾ ആ 2022 എന്ന വർഷം നമുക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഒരു അപകടവും കൂടാതെ എല്ലാ ദിവസവും ഇതുവഴി കടന്നുപോയി മത്സ്യബന്ധനം നടത്താൻ സാധിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വർഷം തന്നെയാണ് അവസാനം കടൽക്ഷോഭമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വർക്കലത്ത് 5 സഹോദരങ്ങൾ ഈ പെട്ടെന്നുണ്ടായ ഒരു കാറ്റിൽ അവർ കരയ്ക്ക് വന്നപ്പോൾ, അകത്തോട്ട് കയറാൻ വന്നപ്പോൾ അവിടെ സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടമായി പുലിമുട്ടിലിടിക്കുകയും 5 സഹോദരർ, കുടുംബത്തിലെ തന്നെ 3 പേരടക്കം 5 സഹോദരങ്ങൾ മരണമടയുകയും ചെയ്തു. അതൊഴിച്ചാൽ 2022 ഡ്രഡ്ജിംഗ് നടന്ന വർഷം യഥേഷ്ടം എല്ലാ ദിവസങ്ങളിലും നമുക്ക് യഥേഷ്ടം അപകടം കൂടാതെ ഈ മുതലപ്പുഴ വഴി മത്സ്യബന്ധനം നടത്താൻ സാധിച്ചിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് തന്നെയാണ്. ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഒരു അപകടം കൂടാതെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഇതുവഴി കടന്നു പോകണം. അതുമാത്രമല്ല, കടന്നു പോകുക മാത്രമല്ല, വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും ഞങ്ങളുടെ താലൂക്കിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അദാനി 2.5 കോടി രൂപ തരുന്നത് വരെ ഈ പരിപാടി നടത്താതിരിക്കരുത്. സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ പൈസ സ്വന്തം ഖജനാവിൽ നിന്നെടുത്ത് മുടക്കി അടിയന്തിരമായി നാളെയോ മറ്റന്നാളോ മുതൽ, ഇന്നലെ ഇവിടെ വൈകുന്നേരം കണ്ട ഒരു എക്സലേറ്റർ കൊണ്ടുവന്ന് മണ്ണെടുക്കുന്ന ഒരു സംവിധാനം, ഒരു കൈ വന്നു മണ്ണിങ്ങനെ വാരുന്നു. അവൻ ഒരു കൈ വാരി മാറ്റുമ്പോൾ 4 കൈ മണ്ണ് അവിടെ അടിഞ്ഞു കൂടും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാ 4-5 എക്സലേറ്റർ അവിടെ ഇരുന്ന് പ്രവർത്തിച്ച് എന്താ സംഭവിച്ചത്. അതെല്ലാം ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരിക, ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റം ചെയ്യുക. അത് മാത്രമല്ല, ആ ഡ്രഡ്ജർ ഇവിടെ സ്ഥിരം സംവിധാനമാക്കി മാറ്റുക. കാലാകാലങ്ങളിൽ എല്ലാ മാസങ്ങളിലും അടിഞ്ഞുകൂടുന്ന മണ്ണ് നമ്മുടെ കൊച്ചി സീ പോർട്ടിൽ നടത്തുന്നത് പോലെ അപ്പോഴെപ്പോഴും ഡ്രഡ്ജ് ചെയ്ത് മാറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് അപകടരഹിതമായി കടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതിനുള്ള സംവിധാനം 177 കോടി രൂപ ചിലവാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇതിനെ നവീകരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ആ ഫണ്ടിൽ നിന്ന് ഒരു 50 കോടി രൂപ ചിലവാക്കി ഒരു ഡ്രഡ്ജർ ഇവിടെ സ്ഥാപിക്കുക. ഒരു ഡ്രഡ്ജർ ഇവിടെ സ്ഥാപിച്ച് സ്ഥിരം സംവിധാനം എല്ലാ സമയവും അടിഞ്ഞുകൂടുന്ന മണ്ണ് അപ്പോഴെടുത്ത് മാറ്റുകയും മറിഞ്ഞു വീഴുന്ന പാറകൾ അപ്പോഴെടുത്ത് മാറ്റുകയും ചെയ്താൽ ഒരു അപകടവും കൂടാതെ നമ്മുടെ തൊഴിലാളികൾക്ക് ഇതുവഴി കടന്നു പോകാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് സർക്കാരിനോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട ഹാർബർ മിനിസ്റ്ററും ഫിഷറീസ് മിനിസ്റ്ററും നിയമസഭാ മന്ദിരത്തിൽ നമ്മുടെ ജില്ലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ, ജില്ലാ നേതാക്കന്മാരെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ ഈ കാര്യം കൃത്യമായി ഞങ്ങൾ അവതരിപ്പിക്കും. വേണ്ട പരിഹാരത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ വയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് പറയാനുള്ളത്, അദാനി തരുന്നത് വരെ കാത്തിരിക്കാതെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും അടിയന്തരമായി ഈ ടെൻഡർ വിളിച്ച 2 കോടി 5 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചുകൊണ്ട് ഇവിടെ ഈ മണ്ണ് അടിയന്തരമായി ഡ്രഡ്ജ് ചെയ്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടരഹിതമായി ഇതുവഴി കടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ച സമര വാളണ്ടിയർമാർക്ക് മത്സ്യത്തൊഴിലാളി യൂണിയൻ CIT തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്ന അഭിവാദ്യങ്ങൾ.